സാറേ, എവിടെ പോണു? ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? ഇറങ്ങാൻ. ഇന്നെന്താ ഇത്ര വലിയ കോപം? ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോഴാ കളി. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? നിന്റെ മൂത്ത ചേട്ടനല്ലേ, വലിയ പണക്കാരൻ. അയാൾ ഇന്നലെ ഞങ്ങളെ ഒന്ന് കൊച്ചാക്കി. കൊച്ചാക്കിയോ? ആ, ഞങ്ങൾ പാവങ്ങളല്ലേ. ഇതേ കണ്ടോ, അദ്ദേഹം 20,000 രൂപ അമ്മയ്ക്ക് പിച്ച കൊടുത്തിരിക്കുന്നു. ഓ, അയാളുടെ ഔദാര്യം ഇവിടെ ആർക്കും വേണ്ട. ഈ പണം ഞാൻ അവന്റെ മുഖത്ത് വലിച്ചെറിയാൻ പോവുകയാണ്. ഉണ്ണിയേട്ടാ, നിങ്ങൾ എല്ലാവരും കൂടി വല്യേട്ടനെ ഒറ്റപ്പെടുത്തുകയാണ്. ഇതിന് മാത്രം വല്യേട്ടൻ എന്ത് തെറ്റ് ചെയ്തു? തെറ്റിൽ നിന്നല്ലേ അയാൾ വളർന്ന വലിയ പണക്കാരനായത്. 12 വർഷമായി വല്യേട്ടൻ പോയിട്ട് നാട്ടിൽ മടങ്ങി വന്നത് തെറ്റാണോ? നമ്മളെ മറക്കാതിരുന്നത് തെറ്റാണോ? എങ്ങനെ ഉണ്ടാക്കിയ പണമായാലും അപ്പച്ചൻ സഹായിച്ചത് തെറ്റാണോ? അങ്ങനെയാണെങ്കിൽ അപ്പച്ച പണ്ട് ചെയ്തത് തെറ്റല്ലല്ലോ. പാവപ്പെട്ട അമ്മയെ സ്വീകരിച്ചതിന് അച്ഛനെ പടിയടച്ച് പിണ്ടം വെച്ചത് ശരിയല്ലേ? ഉണ്ണിയേട്ട, എനിക്കൊന്നേ പറയാനുള്ളൂ. ഉണ്ണിയേട്ടനെങ്കിലും വല്യേട്ടനെ ശത്രുവായി കണക്കാക്കരുത്. ഒരു ഭാര്യയായി കുറെ നാൾ ജീവിച്ചവളാണ് ഞാൻ. എങ്കിലും ഒരു പുരുഷന്റെ സ്നേഹം എന്താണെന്ന് മനസ്സിലായത് ഇപ്പോഴാണ്. നമ്മുടെ വിവാഹം ഉടനെ നടത്തണം. 4 പേരറിയെ നിന്റെ കഴുത്തിൽ ഒരു താലി കെട്ടണമെന്നാണോ നീ പറയുന്നത്? അതെ. അങ്ങനെയുള്ള ചടങ്ങുകളിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാം. മരണം വരെ നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. പക്ഷെ നിനക്ക് എന്നെ മനസ്സിനിണങ്ങാതെ വരുന്നു, അന്ന് നിനക്ക് എന്നെ പിരിഞ്ഞു പോകും. ഏയ്, അങ്ങനെ ഒരു കാലം ഉണ്ടാവുകയില്ല. മേനോൻ ചേട്ടാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കുഞ്ഞെന്തിനാ വിളിച്ചത്? ചേട്ടൻ ഇദ്ദേഹത്തിന്റെ കൂടെ മില്ലിലേക്ക് പോയിക്കുള്ളൂ. ഇന്നു മുതൽ ഗോപിയേട്ടൻ മില്ലിന്റെ ചുമതല ഏൽക്കുകയാണ്. അപ്പോ എഗ്രിമെന്റിന്റെ കാര്യം? ഞങ്ങളതെല്ലാം ആലോചിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു. ബ്ലാങ്ക് ചെക്കും പേപ്പറുകളും ഞാൻ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ്, അത് വേണ്ടായിരുന്നു. ഇനി ഈ കാര്യത്തിൽ എന്നെ ഉപദേശിക്കണ്ട. ഞാൻ പറയുന്ന പോലെ കേട്ടാ മതി. ഗോ വിത്തിൻ ടു ഓഫീസ്. ശരി കുഞ്ഞ്, വരണം സാർ. ഉച്ചയ്ക്ക് നേരത്തെ ഉണ്ണാൻ വരണേ. ഷുവർ ഡാർലിംഗ്. ആദ്യം നമുക്ക് ഫാക്ടറിയിലേക്ക് പോവാം. ഓ ഷുവർ. വേണു ഈ സെക്ഷനിലാണ്. അതെ. വേണു അറിയോ? ഇവിടുത്തെ യൂണിയൻ ലീഡറാ. മിസ്റ്റർ മേനോൻ, വേണു എന്റെ സഹോദരനാണ്. യെസ്, മൈ ഓൺ ബ്രദർ. മിസ്റ്റർ മേനോൻ, ഓണം ബോണസിന്റെ കാര്യമാണോ എഴുതി വെച്ചിരിക്കുന്നത്? അതെ സാർ. എല്ലാ കൊല്ലം ഓണത്തിന് ഒരു സമരം പതിവുള്ളതാണ്. കഴിഞ്ഞ വർഷം എന്ത് ബോണസ് കൊടുത്തു? 12%. ഉച്ച കഴിഞ്ഞ് തൊഴിലാളികളുടെ യോഗം വിളിച്ചു കൂട്ടണം.
എനിക്ക് അവരോട് സംസാരിക്കണം. സാർ, എന്ത് പറയുന്നു? അതൊരു നല്ല ആലോചനയാണ്. ഞാനൊന്ന് വിളിക്കാം. ഗോപിനാഥ് സാറല്ലേ? യെസ്, ഗോപി. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ MRA. ഹലോ, ഗുഡ് മോർണിംഗ്. നിങ്ങളെ പറ്റി എല്ലാ വിവരങ്ങളും മിസ്റ്റർ മേനോൻ എന്നോട് പറഞ്ഞു. ഞാൻ മില്ലിലെ തൊഴിലാളി യൂണിയൻ നേതാവായിരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം രാജിവെച്ചു. ഇപ്പോ ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. വെരി ഗുഡ്. മില്ലിൽ ഒരു എതിർ യൂണിയൻ കൂടി ഉണ്ടാകുന്നത് നല്ലതാണ്. ഞാനെന്നും മാനേജ്മെന്റ് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ സാർ. തൊഴിലാളികളുടെ താളത്തിനൊത്ത് തുള്ളിയാൽ കാര്യങ്ങൾ നടക്കില്ലെന്ന് അനുഭവത്തിലൂടെ പഠിച്ചിട്ടുള്ളതാണ് ഞാൻ. അങ്ങനെ ഒരാളെയാണ് എനിക്കും ആവശ്യം. ഐ വിൽ ഗിവ് യു ഫുൾ സപ്പോർട്ട്. വളരെ നന്ദി. ഞാനിപ്പോ വിളിച്ചത് ബോണസിന്റെ കാര്യമെന്ന് പറയാനാണ്. എന്റെ അഭിപ്രായം ഞാൻ കുറിച്ചു കൊടുത്തേക്കാം. സാർ അതുപോലെ ചെയ്താൽ തൊഴിലാളികളെല്ലാം സാറിന്റെ പോക്കറ്റിൽ കിടക്കും. നിങ്ങൾ ഇങ്ങോട്ട് വരണം മിസ്റ്റർ MRA. നമുക്ക് ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്യാം. വേണ്ട സാർ, ഞാനിപ്പോൾ മില്ലിൽ വരുന്നത് നന്നായിരിക്കില്ല. അവിടെ കുറച്ച് തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഒരു പുതിയ യൂണിയൻ ഉണ്ടാക്കിയതിനു ശേഷമേ ഞാൻ മില്ലിൽ വരികയുള്ളൂ. ഞാൻ വൈകിട്ട് വീട്ടിൽ വന്ന് കാണാം സാർ. ഓക്കെ. നേതാവേ, മിസ്റ്റർ ഗോപിനാഥ് നായരുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അയാൾ കോടീശ്വരനാണ്. ഉടുമ്പ് പിടിക്കുന്നവരെ പിടിച്ചോളാം. അയാളെ പറ്റുകൊണ്ട് നമുക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാം. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഉണ്ണികൃഷ്ണനാണ്, മംഗലത്തെ. അപ്പച്ചിയുടെ മോനോ? നീ ആളാണ് മാറിപ്പോയല്ലോ. ഒത്തിരി വർഷമായില്ലേ കണ്ടിട്ട്? അതേടാ, ഞാൻ മടങ്ങി വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. പക്ഷേ ഞാൻ ഈ നിലയിൽ വന്നത് എന്റെ അച്ഛനും സഹോദരനും ഇഷ്ടപ്പെട്ടിട്ടില്ല. നീയും എന്റെ കാശ് വേണ്ടെന്ന് പറയാൻ വന്നതായിരിക്കും. നിനക്കും എന്നോട് പിണക്കമാണോ? എനിക്കൊരു പിണക്കവുമില്ല. തീർച്ചയാണോ? എങ്കിലിരുന്നാട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ ഈ ഫാക്ടറിയിൽ ഒരു തൊഴിലാളിയായിരുന്നു. ഇവിടെ നടന്നൊരു തൊഴിൽ സമരത്തിൽ പോലീസ് മർദ്ദനമേറ്റ് അദ്ദേഹം ഇന്ന് കിടപ്പിലാണ്. എന്റെ സഹോദരൻ വേണു ഈ മില്ലിലെ ഒരു തൊഴിലാളിയാണ്, നിങ്ങളുടെ പ്രിയങ്കരനായ നേതാവ്. അങ്ങനെ ഒരു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ചവനായതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹോദരങ്ങളെ എന്ന് സംബോധന ചെയ്തത്. ഇന്നു മുതൽ ഇവിടെ തൊഴിലാളിയും മുതലാളിയുമില്ല. നമ്മൾ ഒന്നാണെന്നുള്ള വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. 20% ബോണസ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പോസ്റ്ററുകൾ ഞാൻ കണ്ടു. മില്ലുടമയും നേതാക്കളും ചേർന്ന് നടത്തിയ കോൺഫറൻസിൽ 25% ബോണസ് നൽകാമെന്ന് മില്ലുടമ സമ്മതിച്ചിരുന്നതാണ്. അത് നിങ്ങളെ ഇതുവരെ അറിയിച്ചിട്ടില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇവിടുത്തെ നേതാക്കളുടെ കൈകൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഏതായാലും കോൺഫറൻസിൽ തീരുമാനിച്ച 25% ബോണസ് നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു.